എലിസബത്ത് ഉദയൻ ഒരു ദാരുണമായ സംഭവത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയത്തൂല. അവരുടെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ വീഡിയോയിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവൻ ഈ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ബാല അങ്ങനെയുള്ള ബാലയും ബാലയുടെ കുടുംബമാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത് അവർ കല്യാണം കഴിച്ച ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ പ്രൂഫുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ അതിൻ്റെ പ്രൂഫുകളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവരൊരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ലീഗലായിട്ട് അവർ മൂവ് ചെയ്തെന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവർ പരാതി കൊടുത്തെന്നുമാണ് പറയുന്നത്. പക്ഷേ ലീഗലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഈ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞ വ്യക്തിയും ബാലയും ലീഗലി ശരിക്കും മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ലീഗലായിട്ടുള്ള വാലിഡിറ്റി കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ എത്ര നിയമത്തിൻ്റെ വഴിക്ക് പോയാലും ഈ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ലീഗൽ അല്ലെങ്കിൽ പിന്നെ അതിന് യാതൊരു വാല്യൂ ഇല്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോട്ടോസ് ഇട്ടെന്നോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തോ ഇതൊന്നും ഒരു പ്രൂഫ് അല്ല. ഇതിനൊന്നും വാലിഡ് അല്ല. വാലിഡ് പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്റ്റർ മാരേജ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് വേണം. അല്ലാതെ നമ്മളിനി എന്തുമാത്രം കിടന്ന് വായിട്ട് അലച്ചിട്ടും കാര്യമില്ല ഇവിടെ. അതുപോലെ തന്നെ എലിസബത്തിൻ്റെ അഡ്വക്കേറ്റ് എലിസബത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് നമുക്ക് സംശയമുണ്ട്. ചില അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ട് പൈസ മാത്രം മതി അവർക്ക്. അവരെ ചതിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവർ കറക്റ്റായിട്ട് ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ആ പ്രൂഫുണ്ട്, ഈ പ്രൂഫുണ്ട്, ഞങ്ങൾ വിവാഹത്തിൻ്റെ നമ്മൾ റിസപ്ഷൻ നടത്തി, ഇതൊന്നും ഒരു പ്രൂഫ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ലീഗൽ പ്രൂഫ് മാത്രമേ അവർ കോടതി പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എലിസബത്ത് നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം, ഒന്നാമത്തെ കാര്യം. പിന്നെ എലിസബത്തിന് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം എലിസബത്ത് ഓരോ എപ്പോഴാണ് നമ്മുടെ മൈൻഡ് മാറുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനെയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അതേ എന്നും പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ. പക്ഷേ എലിസബത്തിൻ്റെ കൺട്രോളിന്മേൽ കാര്യങ്ങൾ വരാത്തത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ എലിസബത്തിൻ്റെ മാതാപിതാക്കന്മാർക്ക് മാത്രമേ ഇതിൻ്റെ നഷ്ടം വരത്തുള്ളൂ. പിന്നെ എലിസബത്തിനും അല്ലാതെ ചുറ്റും നിൽക്കുന്നവർക്കോ നമ്മളെ നേരത്തെ വിവാഹം കഴിച്ചവർക്കോ ഒരു നഷ്ടവും ഇല്ല. അവരൊക്കെ നല്ല സൂപ്പറായിട്ട് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൻ്റെ ജീവിതം ഇനിയെങ്കിലും അവരബദ്ധവും കാണിക്കാതെ വളരെ നമ്മൾ മെൻ്റൽ പവർ കൊണ്ടുവന്നിട്ട് പേരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു സപ്പോർട്ടേഴ്സ് നമ്മുടെ പേരൻസ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം ഇതിൽ നിന്നൊക്കെ മുക്തി കടക്കാൻ ഏറ്റവും നല്ല മാർഗം, ഒന്നാമതെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്, പ്രത്യേകിച്ച് MD എടുക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ കുറച്ച് കൗൺസിലിങ് കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമം വേണം. അന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പലരുടെയും അഭിപ്രായം ഞാൻ കേട്ട ഇതാണ്, കേസ് കൊടുത്താലും നമുക്ക് ലീഗലായിട്ട് പോകുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ല എന്ന് പലരും പറയുന്നത് കേട്ടു. പിന്നെ ഇതുപോലെ അഡ്വക്കേറ്റ്സ് സമീപിക്കും, അവർക്ക് മാസം പൈസ കിട്ടും, അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ലാസ്റ്റ് അതിനൊന്നും നമുക്കൊരു പ്രസക്തി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ അഗാധമായ വിഷമത്തിലേക്ക് പോകുന്നത്. അതിലും നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും സംഭവിച്ചു, ഇനിയും നമ്മൾ അതുമായിട്ട് മുന്നോട്ടൊന്നും പോകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയൊരു അധ്യായം തിരഞ്ഞെടുക്കണം. ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ പാസ്റ്റ് ചിന്തകളൊക്കെ കയറി വന്നിട്ട് നമ്മളെ അത് വല്ലാതെ അലട്ടും. ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ച് ഒരു ഡോക്ടറൊക്കെ ആയി നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി സുഖമായിട്ട് ഇനി ജീവിക്കാൻ ട്രൈ ചെയ്യുക. അതുപോലെ ഇവരുടെ ഒന്നും പുറകെ നമ്മൾ നടക്കാതിരിക്കുക. നമ്മളായിട്ട് തിരഞ്ഞെടുത്തതാണല്ലോ. ഇപ്പം പേരൻസ് പറഞ്ഞിട്ടൂടെ അനുസരിക്കാതെ വന്ന് തിരഞ്ഞെടുത്തെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ എലിസബത്തിന്റെ അന്നത്തെ പ്രായത്തിൽ എലിസബത്തിന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതിൽ നിന്ന് കരകയറി നല്ലൊരു ഇതായിട്ട് വന്നതായിരുന്നല്ലോ. അപ്പോൾ ഇനിയെങ്കിലും പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുക. അപ്പോൾ എലിസബത്തിൻ്റെ ജീവിതം നല്ലതായി തീരും. ഇവരുടെ ഒന്നും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. നമ്മളെ വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരുടെ പുറകെ നമ്മൾ പോകാതിരിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും അവരുടെ പുറകെ ഒരിക്കലും പോകാൻ പാടില്ല. യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുക. ദയവ് ചെയ്ത് ഒരബദ്ധവും കാണിക്കാതിരിക്കുക.